അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. പ്രിയ സഹോദരീ സഹോദരന്മാരെ, ലോകമെങ്ങും പുൽക്കോടിൻ്റെയും നക്ഷത്രവിളക്കുകളുടെയും ദീപങ്ങളുടെയും പ്രഭയിൽ ജ്വലിച്ചു നിൽക്കുകയാണ്. ലോകരക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ജനനം നാം ആചരിക്കുകയാണ്. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം യേശുക്രിസ്തുവിൻ്റെ ജനനത്തിലൂടെ ലോകത്തിലുള്ള എല്ലാവർക്കും വെളിപ്പെട്ടിരിക്കുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നു, തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് വെളിപ്പെട്ട് കിട്ടിയത് യേശുക്രിസ്തുവിലൂടെയാണ്. നാം ക്രിസ്മസിന്റെ പ്രതീകങ്ങളായ പുൽക്കൂട്ടിലേക്ക് നമുക്കൊന്ന് കടന്നുചെല്ലാം. അവിടെ വിശുദ്ധ യോസേപ്പ് പിതാവും പരിശുദ്ധ കന്യകാമറിയവും ഉണ്ണിയേശുവുമുണ്ട്. അവർ പുൽക്കൂട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് വിശുദ്ധ യോസേപ്പ് പിതാവും പരിശുദ്ധ കന്യകാമറിയവും അനുഭവിച്ച അല്ലെങ്കിൽ അവർ അഭിമുഖീകരിക്കേണ്ടി വന്ന പ്രശ്നങ്ങൾ നിരവധിയാണ്. പ്രതിസന്ധികളും അവഗണനകളും അവർക്ക് ധാരാളമായി ഉണ്ടായി. എങ്ങനെയാണ് അവയെല്ലാം അവർ തരണം ചെയ്തത്? ഒന്നാമതായി അവർ ദൈവത്തിൽ ആശ്രയിച്ചിരുന്നു, പരസ്പരം ബഹുമാനിച്ചിരുന്നു, പരസ്പരം ആദരിച്ചിരുന്നു. ഇന്ന് നാം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ, നമ്മുടെ കുടുംബങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ഇതിന് സമാനതകളുള്ളതല്ലേ? നാം ദൈവത്തിലാണോ ആശ്രയിക്കുന്നത്? ഇതുപോലുള്ള സ്ഥിതിവിശേഷങ്ങളിൽ അവർ തങ്ങൾക്ക് ദൈവം സമ്മാനമായി നൽകിയ ഉണ്ണിയേശുവിനെ സന്തോഷത്തോടും വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടി സ്വീകരിച്ചു. നാം എങ്ങനെയാണ് ഇന്ന് ഉണ്ണിയേശുവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ സ്വീകരിക്കുന്നത്? അലക്സാണ്ടർ പോപ്പ് പറയുന്നു, 1000 പുൽക്കൂട്ടുകളിൽ ഉണ്ണിയേശു പിറന്നാലും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉണ്ണിയേശു പിറക്കുന്നില്ലെങ്കിൽ എന്ത് പ്രയോജനമെന്ന്. പ്രിയപ്പെട്ടവരെ, ഈ ക്രിസ്മസ് നമ്മളോട് വിളിച്ചു ഓതുന്നത് നമുക്ക് നമ്മുടെ സ്നേഹം ഏറ്റവും അർഹിക്കുന്നവർക്ക് നാം നമ്മുടെ സ്നേഹം നൽകുക എന്നതാണ്. ദൈവത്തിന്റെ സ്നേഹം നമ്മളിലൂടെ വേണം മറ്റുള്ളവരിലേക്ക് ചുരിയപ്പെടുവാൻ. ക്രിസ്മസ് പ്രകാശിതമാകുന്നത് നാം മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകളിലും പ്രയാസങ്ങളിലും ഒരു കൈത്താങ്ങായി പെരുമാറുമ്പോഴാണ്. അവരുടെ ഭാരങ്ങൾ കുറയ്ക്കുവാനും അവരുടെ കഷ്ടപ്പാടുകളിൽ സഹായിക്കാനും നാം തയ്യാറാകുമ്പോഴാണ് ക്രിസ്മസിന്റെ ആഘോഷങ്ങൾ അർത്ഥവത്താകുന്നത്. പിന്നെ ക്രിസ്മസ് നമ്മളോട് വിളിച്ചോതുന്നത് നമ്മളാരും അന്യരല്ല, ഈ ലോകത്ത് തന്നെയല്ല എന്നതാണ്. എമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ എപ്പോഴുമുണ്ട്. ആ ദൈവത്തിന്റെ സാന്നിധ്യം നാം തിരിച്ചറിഞ്ഞ് മുമ്പോട്ട് പോകാൻ ഈ ക്രിസ്മസ് നമ്മളെ എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നുണ്ട്. നൂറ്റാണ്ടുകൾ മുതൽ തന്നെ മനുഷ്യൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് സമാധാനം. എന്നാൽ യഥാർത്ഥമായ സമാധാനം കണ്ടെത്തുവാൻ ഇതുവരെ ആർക്കും സാധിച്ചിട്ടില്ല. സമാധാനം എന്നത് ഭിന്നതകളില്ലാത്ത ഒരു കാലം എന്നതല്ല, ഒരവസ്ഥ എന്നതല്ല. ബൈബിളിലെ 2 വാക്കുകൾ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഷാലോം, സമാധാനം, പീസ്, സമാധാനം. ഷാലേം, ഹെൽത്ത് ആൻഡ് വെൽബീങ്, സൗഖ്യം. ഈ 2 വാക്കുകളും കൂടെ ചേർന്നതാണ് യഥാർത്ഥത്തിലുള്ള സമാധാനം. നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാടുകളിലും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും സമൂഹത്തിലും ലോകത്തിന്റെ എല്ലാ ഭാഗത്തും അസമാധാനവും അസംതൃപ്തവും അതുപോലെ തന്നെ ഭിന്നതകളും വളർന്നുകൊണ്ടിരിക്കുന്നു. ഈ അവസ്ഥയിൽ എങ്ങനെയാണ് നമുക്ക് സമാധാനം കണ്ടെത്താനാകുക? അതിനായി നാം സമാധാനത്തിന്റെ രാജകുമാരനായ യേശുക്രിസ്തുവിനെ നാം സ്വീകരിക്കേണ്ടതുണ്ട്. നമ്മുടെ ഹൃദയത്തിൽ സമാധാനത്തിന്റെ രാജകുമാരനായ യേശുക്രിസ്തു നമുക്ക് നൽകുന്ന സമാധാനം ശാശ്വതമാണ്. അവിടുത്തെ സമാധാനം തികഞ്ഞ സമാധാനമാണ്. ഈ ക്രിസ്മസ് ദിവസങ്ങളിൽ നമുക്ക് ആ സമാധാനത്തിനായിട്ട് കാംക്ഷിക്കാം. എല്ലാവർക്കും യേശുക്രിസ്തു നൽകുന്ന സമാധാനം ലഭിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ക്രിസ്മസിന്റെ ആശംസകൾ.